ചാൾസ് വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ യാത്ര ഹൈദരാബാദിലേക്കാണ്. വഴിയിൽ വരുന്ന ചില പ്രതിബന്ധങ്ങൾ, നിരന്തരമായി ഞാൻ ട്രാഫിക്കിനെ കുറിച്ചിരുന്ന വീഡിയോകൾ അതാണ്. ഇത്രയും നല്ല എക്സ്പ്രസ് ഹൈവേ പണിതിട്ട് അത് എങ്ങനെ ഉപയോഗിക്കണമെന്ന് അറിയത്തില്ലാത്ത നമ്മുടെ ഇന്ത്യക്കാർ. ഇതിനൊരു വിശേഷണം പറയാനില്ല. ഏതായാലും എൻ്റെ കൂടെയുള്ള ആൾ എൻ്റെ സുഹൃത്താണ്. ഗണേശ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞങ്ങൾ തമ്മിൽ ഏകദേശം ഒരു 40 വർഷത്തെ പരിചയം എന്ന് പറഞ്ഞാൽ അത്ര നല്ല സുഹൃത്തുക്കളാണ്. ഒരുപാട് യാത്രകൾ വളരെ ചെറുപ്പം മുതൽ 2 വീലറിലും കാറിലും കേരളത്തിലേക്കും തിരിച്ചും കേരളത്തിൽ കൂടെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം എന്താണെന്നുള്ളത് പിന്നീടൊരു വീഡിയോയിൽ പറയാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതിനാൽ യാത്രയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നില്ല. ഹൈദരാബാദിലേക്ക് ഞങ്ങൾ പോകുന്നു. അദ്ദേഹമാണ് വാഹനം ഓടിക്കുന്നത്. ചില ദൃശ്യങ്ങളൊക്കെ സ്വാതന്ത്ര്യമായിട്ടൊന്ന് പകർത്താമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങേ വശത്ത് ഉണ്ട്. അപ്പോൾ കിട്ടിയ ചില ദൃശ്യങ്ങളാണ് കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായങ്ങളും ഞങ്ങളുടെ അഭിപ്രായങ്ങൾ തമ്മിൽ യോജിക്കുന്നതായതുകൊണ്ട് കുഴപ്പമില്ല. ചില ആൾക്കാർ ഞാനും കൂടെ യാത്ര ചെയ്യുമ്പം ഈ മുൻപിൽ പോകുന്ന വാഹനങ്ങൾ വലതുവശം ചേർന്ന് ഓടുന്നതൊന്നും അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. ഞാനതിനെക്കുറിച്ച് വിമർശനം ഉന്നയിച്ചാൽ ആൾക്കാർ പറയും, നിങ്ങൾ വേറെ പണി നോക്ക്, അവരെ ഉപദേശിച്ചിട്ട് കാര്യമില്ല, വേഗം ഓടിച്ചെങ്ങനെയെങ്കിലും സ്ഥലത്തെത്താൻ നോക്കുമെന്ന് പറയും. ഞങ്ങൾ ഏകദേശം ഒരേ കാഴ്ചപ്പാടായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചില അഭിപ്രായങ്ങൾ കൂടി അന്ന് വാഹനത്തിലിരുന്ന് പറഞ്ഞത് ഞാനിതിൽ സംപ്രേഷണം ചെയ്യുകയാണ്. ഒന്ന് കാണുക. ഒന്നെങ്കിൽ വീഡിയോ എടുത്ത് ഇത് നടക്കുന്നില്ല എന്നുകൊണ്ട് ഞാൻ നിർത്തും, ഇല്ലെങ്കിൽ ഈ പോകുന്ന വാഹനങ്ങളെ എന്നെങ്കിലും ഇടതുവശത്തോട് ഓടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാമെന്ന് നോക്കുക. ഇത് രണ്ടിൽ ഏതാ സംഭവിക്കാൻ നമുക്ക് കാത്തിരുന്ന് കാണാം. വീഡിയോ കാണുക. ഇത്രയും ഭാരം വഹിച്ചുകൊണ്ട് പോകുന്ന ഈ ലോറികൾ ഇടതുവശം ചേർന്നാണ് ഓടേണ്ടതെന്ന് ഇതിൻ്റെ ഡ്രൈവർമാരെ എങ്ങനെ മനസ്സിലാക്കും? നമ്മൾ ഈ ടോളും കൊടുത്ത് 100-500 കിലോമീറ്റർ ഓടി പോകുമ്പോൾ ഒരു ആവറേജ് ആ റോഡിൽ ഉപയോഗിക്കാൻ അനുവദിച്ചിരിക്കുന്ന സ്പീഡിലെങ്കിലും ഒന്ന് ഓടാൻ കഴിയണ്ടേ? ഒരു പ്രാവശ്യം സ്പീഡ് എടുത്ത് അടുത്ത ലോറിയുടെ പിന്നിൽ വന്ന് നിന്ന് ഇങ്ങനെ വേണം പോകാനായിട്ട്. ഈ വലതുവശത്തൂടെ പോകുന്ന ഓരോ വണ്ടിക്കും ഫൈൻ അടിച്ചു കൊടുത്ത് ഇവർക്ക് കാര്യം മനസ്സിലാക്കി കൊടുക്കണം. ആദ്യം തന്നെ ഫൈൻ അടിക്കണമെന്നില്ല, എവിടെയെങ്കിലും നിർത്തി ഇല്ല പിന്നാലെ പോകുമ്പോൾ ഒരു മൈക്ക് അനൗൺസ്മെൻറ്റ് വിളിച്ച് പറയുക, കീപ്പ് ലെഫ്റ്റ്, ഇടതുവശം ചേർന്ന് പോവുക. അപ്പോൾ ആന്ധ്രയാണിത്, നമുക്ക് തെലുങ്ക് അറിഞ്ഞുകൂടാ, കന്നഡയാണെങ്കിലും തമിഴാണെങ്കിലും ഒക്കെ പറയായിരുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അത് പറഞ്ഞു കൊടുത്ത് ഇവരെ മാറ്റാൻ ഒരു കുഴപ്പമില്ല, ഒരു മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ ചുവന്ന കാർ നോക്കുക, ഇതൊക്കെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തവർ ഇതിനെ എന്തെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ചാണോ വിട്ടത്? ഇടതുവശം ചേർത്ത് വണ്ടി ഓടിക്കുക എന്നുള്ളൊരു സാമാന്യ ബോധമുള്ളൊരു മനുഷ്യൻ ചെയ്യേണ്ട കാര്യമാണ്. വലിയ വില കൂടിയ കാർ വാങ്ങും, മനുഷ്യന് ബോധമില്ലെങ്കിൽ എന്ത് ചെയ്യും?
ഇത് ഇടതുവശത്ത് വാഹനം ഇല്ലാത്തപ്പോൾ അയാൾ ഇടതുവശത്തൂടെയാണ് പോകേണ്ടത്. അയാളത് വലതുവശത്തൂടെ പോകുന്നതുകൊണ്ടാണ് നമുക്ക് ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യേണ്ടി വരുന്നത്. ഇത് മനസ്സിലാക്കാൻ കഴിവുള്ള ഏതെങ്കിലും ഒരു പോലീസുകാരനോ ഏതെങ്കിലും ഒരു MVDയോ ഏതെങ്കിലും ഒരു ഇവിടുത്തെ ഇതിന് RTO എന്നായിരിക്കും പറയുന്നത്, ഇവരിൽ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും മാറ്റി നമുക്ക് നമ്മുടെ സമയത്തോടി ഏത് സ്ഥലത്തായാലും എത്തിച്ചേരാമായിരുന്നു.